നമ്മളിപ്പോൾ അടുത്തൊരു ഓട്ടോ ഓടാൻ പോവാണ്. അപ്പോൾ നന്ദു നമ്മുടെ കൂടെ ഇല്ല. നന്ദുവിൻ്റെ കൊച്ചിനെ എഴുതിക്കാൻ പോയേക്കുവാണ്. അപ്പോൾ നമുക്കിന്ന് കോന്നിയിലോട്ടാണ് പോകേണ്ടത്. നമ്മുടെ കൂടെ ആണെങ്കിൽ നമ്മുടെ വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ അവനെ ഞാനൊന്ന് കാണിക്കാം. അവനിപ്പോൾ എൻ്റെ കൂടെ പറഞ്ഞായിരുന്നു ട്രിപ്പ് പോകുമ്പോൾ അവനെ കൊണ്ടുപോകണമെന്നുള്ളത്. അപ്പോൾ നമുക്ക് ട്രിപ്പൊന്നും കിട്ടിയില്ല. കല്യാണ ഓട്ടമാണ് ഏറ്റവും കൂടുതൽ. അതൊരു ട്രിപ്പാണ്. അപ്പോൾ അവനെ ഒന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ പയ്യൻ. അവൻ വെട്ടക്കൂടുതലാണ്ട് അവനെ കാണുന്നില്ല. നീ മൂലക്കോട്ട് നിൽക്കടാ. ഇവനാണ് ആള്. ഇവൻ രാവിലെ 7:45 തൊട്ട് ഇവിടെ നിൽക്കുകയാണ്. ഞാൻ രാവിലെ വന്ന് വണ്ടി കഴുകിയിട്ടിട്ട് പോയി വീട്ടിൽ പോയി കുളിച്ച് ഇപ്പോൾ 8:30 ആയിട്ടുണ്ട്. അതുവരെ ഇവൻ എന്നെ നോക്കി ഇവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇവനെ കൊണ്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. നമ്മുടെ വണ്ടിയിൽ നിന്ന് വേറെ ആരും ഇല്ല. അപ്പം ഞാൻ ഇവനോട് ചോദിച്ചു അടുത്ത നമ്മളെന്തോ പറയാൻ പോകുന്നതെന്ന് നിനക്ക് അറിയാവുന്ന. അപ്പോൾ അവൻ പറഞ്ഞു എല്ലാ വീഡിയോക്കകത്തിലും പറയുന്നതല്ല തന്നെ നമ്മളിവിടെ വന്നിട്ടുണ്ട്. ആളെ എടുക്കുന്നിടത്ത് വന്നു. പോസ്റ്റാണ്. നമുക്കിവിടെ 9 മണിക്ക് വണ്ടി എടുക്കാൻ പറഞ്ഞു. നമ്മളിപ്പോൾ 9 മണിയായപ്പോൾ വണ്ടി കൊടുത്ത്. കറക്റ്റ് സമയം എത്രയാണെന്ന് ഞാനിപ്പോൾ പറയാവേ. ഇപ്പോൾ 9:04 ആയിട്ടുണ്ട്. ഞാൻ 8:45 കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി ഇവിടെ കൊടുത്തു. നമ്മുടെ പയ്യൻ നമ്മുടെ ഇവിടെ ഇരിപ്പുണ്ട്. അവൻ പറയുന്നത് ഞാൻ വലിയ കാശുകാരനാന്നൊക്കെയാണ്. 3-4 വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടനെ ഞാൻ റോഡിൽ വെച്ച് കാണും എന്നൊക്കെ അറിയാം. അവന് നമ്മുടെ ഈ വണ്ടി എടുത്തു കഴിഞ്ഞപ്പോഴാണ് വീഡിയോ അവൻ ആദ്യമായിട്ട് എൻ്റെ കൂട്ടുകാരൻ അയച്ചു കൊടുക്കുന്നത് ഇവൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവൻ എൻ്റെ അടുത്തേക്ക് ഒരാഗ്രഹം പറഞ്ഞു നമ്മുടെ കൂടെ വരണമെന്ന്. അപ്പോൾ നമ്മളത് സാധിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേറെ ഒന്നും തരാനായിട്ട് ഇപ്പോഴത്തെ കണ്ടീഷൻസ് ഇല്ല. അപ്പം ഒരുപാട് പേര് എന്നുവെച്ചാൽ ഞാൻ ഈ വണ്ടി കൊണ്ട് പോകുമ്പോൾ ഒരുപാട് പേര് കൈയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട്. എനിക്ക് ഞാൻ പറയില്ലേ, ആരും അറിയാതെ കിടന്ന് എന്നെ ഇപ്പോൾ ഇത്രയും പേർ അറിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സപ്പോർട്ടും കൊണ്ട് മാത്രമാണ്. തുടർന്ന് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നും ഒരേപോലുള്ള കല്യാണോട്ടം കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നിരുന്നാലും നമ്മളെ ചുമ്മാ സപ്പോർട്ട് ചെയ്ത് വിട്ടാലോ, എവിടെയെങ്കിലുമൊക്കെ ചെന്ന് വിട്ടാലോ. നമ്മളങ്ങനെ ആൾക്കാരെ കൊണ്ടിറക്കി ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. ഇതാണ് കല്യാണ ചെറുക്കൻ വന്ന വണ്ടി. സിറ്റിയാണ്. അതുകൊണ്ട് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഒത്തിരി അങ്ങ് വരെ പോകാൻ പറ്റത്തില്ല. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അതാണ് കല്യാണ മണ്ഡപം. നമ്മുടെ വണ്ടി നല്ല വെയിലത്താണ് കിടക്കുന്നത്. വേറെ മാറ്റിയിടാനായിട്ട് ഒരു വഴിയില്ല. അതുകൊണ്ടാണ് ഈ വെയിലത്തിട്ടേക്കുന്നത്. മൊത്തം വണ്ടിയും വെയിലത്ത് തന്നെ കിടക്കുന്നത്. നമ്മൾ ആൾക്കാരെ എല്ലാം ഇറക്കി ഇവിടെ റെസ്റ്റ് ചെയ്യുമായിരുന്നു. ഓഡിറ്റോറിയത്തിനകത്തിലെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് അങ്ങോട്ട് പോയി വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ പയ്യനോടുണ്ട്. അവനും ചെറിയ മടുപ്പൊക്കെ തോന്നിയിട്ടുണ്ട്. അത്ര രസമുള്ള പരിപാടിയൊന്നും അല്ലല്ലേ. കാരണം ഒരു കല്യാണത്തിന് വന്ന് അവർ കെട്ടിക്കഴിയുന്നതും വരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. പിന്നെ എല്ലാത്തിലും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ ഏത് ജോലിക്കും. അപ്പം അതിനകത്ത് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യത്തെ പന്തി ഫുള്ള് ഇരുന്നിട്ടുണ്ട്. നമ്മൾ ഈ രണ്ടാമത്തെ പന്തിക്ക് കയറിയിരിക്കാൻ ഒക്കത്തുള്ളൂ. കാരണം ആദ്യമേ വന്നവരെല്ലാം കയറി സീറ്റിൽ ഇരുന്നായിരുന്നു. പിന്നെ നമ്മൾ വരാതെ കണ്ട് വണ്ടി എന്തായാലും പോകത്തില്ല. നമുക്ക് അടുത്ത പന്തിക്ക് ചോറ് കഴിക്കാം. ചോറ് കഴിക്കുന്നത് എന്തോ കിട്ടുന്നതെന്ന് കാണിക്കാം. എന്തായാലും ചോറായിരിക്കും. അമ്പലത്തിനകത്തായതുകൊണ്ട് വേറെ ആഹാരമൊന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാം. അതാണ് നമ്മുടെ പയ്യനോടെ നോക്കിയാൽ. ഓഡിറ്റോറിയത്തിൽ ഇരുന്ന് അവൻ അഴകിയലയിലെ പാടിയോണ്ട് ഞാൻ കുറച്ച് നേരം വെളിയിലോട്ടിറങ്ങിയത്. നല്ല വെയിലുണ്ട്, എന്നാലും കുഴപ്പമില്ല. അതിനകത്തിൽ ഇരിക്കാൻ പറ്റാത്തുള്ള സൗണ്ട് വെച്ചേക്കും. ഇപ്പം ഞാൻ ഓഡിറ്റോറിയത്തിൽ നിന്നൊരു 10-50 മീറ്റർ മാറി എനിക്ക് എന്നിട്ടും അതിൻ്റെ അതിലെ സൗണ്ട് കണ്ടോ. അങ്ങനെ നമുക്ക് കിടലിനൊരു ഊണാണ് ഇന്ന് കിട്ടിയേക്കുന്നത്. നമ്മുടെ വണ്ടിക്കകത്തിൽ എല്ലാവരും വന്നു. 2 പേര് ഫോട്ടോ എടുക്കാൻ പോയേക്കും. ചുട്ടുകൊഴുത്ത വെയിലത്താണ് ആൾക്കാരിരിക്കുന്നത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഒരു മരത്തിൻ്റെ തണൽ പോലും ഇല്ല വണ്ടി ഒന്ന് ഒതുക്കിയിടാൻ വേണ്ടിയിട്ട്. വണ്ടി വന്ന വഴി കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്തിൽ എങ്ങനെ കയറിയെന്ന് വിചാരിക്കും നിങ്ങൾ. അതുപോലുള്ള ചെറിയ വഴിയിൽ കൂടെ എന്നും വന്നേക്കുന്നത്. അങ്ങനെ ഫോട്ടോ എടുക്കാൻ പോയവരൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിന്ന് വന്ന വഴി ഇതാണ്. ശരിക്കും ഒരു ട്രാവലർ ഷോവിന് പോയി തിരിച്ചു വരുമെന്നുള്ളതേ ഉള്ളൂ. ബസ് കൊണ്ടുവന്നത് നല്ല ടാസ്ക്കുള്ള പരിപാടിയാണ്. ഈ വീട്ടിലെ ആക്റ്റീവയാണ് ഇതിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത്. ആ പുള്ളിക്കാരൻ ആദ്യം പറഞ്ഞ വണ്ടി പോകുന്നു. പക്ഷേ ഒരു കാരണവശാലും വണ്ടി ഓടിയത്തില്ല. ഇടത്തെ സൈഡിൽ നല്ലൊരു മതിലാണ് നിൽക്കുന്നത്. ആ മതിലെ കയറി വണ്ടി പിടിക്കും. പിന്നെ പുള്ളിക്കാരൻ ബുദ്ധിമുട്ടിയിട്ടായാലും വന്ന് വണ്ടി മാറ്റി എനിക്ക് തന്നു. നമ്മളിവരുടെ ഗേറ്റ് മുട്ടിയില്ലെന്ന് പറഞ്ഞാൽ തിരിച്ചേക്കുന്നത്. അതിനിടയ്ക്ക് 2 ചേട്ടന്മാരോടെ വന്നിട്ടുണ്ട്. അവർ ബൈക്ക് എന്തായാലും മാറ്റി തന്നേ പറ്റത്തുള്ളൂ. അല്ലാതെ വണ്ടി ഓടിയത്തില്ല. വലത്തെ സൈഡിൽ നമ്മൾ ചേർത്ത് പിടിച്ചാൽ ഇടത്തൊരു മതിലുണ്ട്. ഇടത്തെ സൈഡിലോട്ട് നമുക്ക് പിടിക്കാൻ ഒക്കത്തില്ല. അത് കാരണം നമ്മൾ വലത്തോട്ട് പിടിച്ചിട്ടാണ് വണ്ടി എടുക്കുന്നത്. അവർ ബൈക്ക് എന്തായാലും മാറ്റി തന്നേ പറ്റത്തുള്ളൂ. നമ്മുടെ കൂടെ വന്നേക്കുന്ന പയ്യന് സൈഡൊന്നും പറഞ്ഞുതരാൻ അറിയത്തില്ല. നന്ദോട് ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല പാടാണ് ഈ വഴി കൂടെ വണ്ടി എടുത്തിട്ട് പോകുന്ന കാര്യം. ഇത് കൊരമ്പാല മെയിൻ റോഡാണ്. ഇവിടുന്ന് നമ്മൾ ഷോർട്ട് കട്ട് കയറിയിട്ടാണ് കോന്നിയിലോട്ട് പോകുന്നത്. കോന്നി കൊണ്ട് ആൾക്കാരെ ഇറക്കിയിട്ട് ഉള്ള വീഡിയോ എനിക്ക് കാണിക്കാം. ഒരു പോലീസ് വണ്ടി വരുന്നുണ്ട്. എന്തായാലും പോയി. പോലീസുകാരെ ആദ്യം കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ പേടിയുണ്ട്. കാരണം എപ്പോഴാണ് കൈ കാണിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. എങ്ങാനും കൈ കാണിച്ചാൽ നമ്മളിന്ന് ഓടുന്ന പൈസ മൊത്തം അവന്മാർ പെറ്റിയായിട്ട് നമുക്ക് തരും. നമ്മളിന്ന് വന്നേക്കുന്ന അമ്പലത്തിലോട്ട് മെയിൻ റോഡിൽ നിന്ന് ഒരു 3 വഴി കൂടെ നമുക്ക് വരാൻ പറ്റും. ഡയറക്റ്റ് പന്തളത്തുനിന്ന് വരാൻ പറ്റും, കൊരമ്പാലയിൽ നിന്ന് വരാൻ പറ്റും, അടൂന്ന് വരാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ചെയ്ത് വഴി പോകണമെന്നിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. നന്ദു ഉണ്ടായിരുന്നെങ്കിൽ വഴിയുടെ കാര്യത്തിൽ പേടിക്കണ്ടാവും. നേരത്തെ സെറ്റ് ചെയ്ത് ഓട്ടം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക്
തൂത്തുവാരാൻ വയ്യാത്തതിൻ്റെ പേരിൽ ഞാൻ ഫുള്ള് കടയിൽ വന്നിട്ട് എയർ അടിച്ച് കളയുമായിരുന്നു. ഇന്നും ഈ സീറ്റിനടിയിൽ നിന്നൊക്കെ പൊടി അടിച്ച് കളയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി തലവേദന പിടിച്ചൊരു പരിപാടിയാണ്. അപ്പോൾ ഞാൻ ചെയ്തത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓട്ടം കഴിഞ്ഞ് ഇന്നാരും ഇല്ലായിരുന്നു, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അതുകൊണ്ട് നമുക്കിന്ന് ശമ്പളമൊന്നും ആർക്കും കൊടുക്കണ്ട. നമ്മുടെ കൂടെ നമുക്ക് പരിചയമുള്ളൊരു ചെറുക്കൻ വന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ തന്നെയാണ് വണ്ടി ക്ലീൻ ആക്കുന്നതും എല്ലാം. നമുക്ക് നമ്മുടെ കട ഉള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇവനാണ് നമ്മുടെ കൂടെ വന്ന ആൾ.